+1 സെക്കൻഡ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമെന്നുള്ളൊരു കമന്റ് കണ്ടു. അപ്പോൾ ആ ഒരു സംശയം അങ്ങ് തീർത്തേക്കാം. ഓക്കെ, അപ്പോൾ +1 മെയിൻലി നമുക്ക് 5 സബ്ജക്റ്റുകളാണ് വരുന്നത്: മലയാളം, അറബിക്, സാൻസ്ക്രിറ്റ്, ഉറുദു, ഹിന്ദി. ഓക്കെ, അപ്പോൾ ഇതിൽ ഹിന്ദി എല്ലാവർക്കും പരിചയമുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. നമുക്ക് അവിടെ മാറ്റി വെക്കാം. സാർ ഹിന്ദി ആയതുകൊണ്ട് ആദ്യം അത് പറയുന്നില്ല. ഓക്കെ, നമുക്ക് അറബിക്, സാൻസ്ക്രിറ്റ്, ഉറുദു ഇതിൻ്റെ മൂന്നിൻ്റെ കേസ് പറഞ്ഞുതരാം. അതായത് 10ാം ക്ലാസ് വരെ നിങ്ങൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവും, എനിക്കിത് +1 എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഇതേപോലെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 സബ്ജക്റ്റുകൾ തന്നെയാണ് സാൻസ്ക്രിറ്റും അറബിയും ഉറുദു ഒക്കെ. ഓക്കെ, കുറച്ച് എഴുതിയാൽ മതി. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അതായത് SSLCക്ക് നിങ്ങൾക്ക് ഒരു C+ ഗ്രേഡിന് മുകളിലൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഈ സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ +1 ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി മലയാളത്തിൻ്റെ കേസ് വരികയാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട അല്ലെങ്കിൽ ഒരുപാട് വാരി വലിച്ച് എഴുതേണ്ട ഒരു സബ്ജക്റ്റാണ് മലയാളം എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ദീസ് 4 അല്ലേ, ഈ 4 സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതൃഭാഷയാണ്. അതുകൊണ്ട് ഏത് ചോദ്യം വന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ വേണ്ടി പറ്റും അല്ലേ. ഒന്നും എഴുതാതെ നമുക്ക് ആൻസർ എന്താണെന്ന് അറിയാതെ എന്താ പറയുക, ബ്ലാങ്ക് ആക്കി വിടേണ്ട ഒരു അവസ്ഥ വരില്ല. പക്ഷേ നമുക്ക് ധാരാളം എഴുതേണ്ടി വരും. അപ്പോൾ നന്നായിട്ട് എഴുതാനൊക്കെ കഴിവുള്ള മക്കളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് മലയാളം ചൂസ് ചെയ്യാം. പിന്നെ ഹിന്ദിയുടെ കേസ് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ എന്താണോ ഉള്ളത് അതൊക്കെ തന്നെയാണ് നമുക്ക് +1 ഉള്ളത്. എല്ലാ സബ്ജക്റ്റിനെയും പോലെ 40 മാർക്കിൻ്റെ പരീക്ഷ 80 മാർക്കിൻ്റെ പരീക്ഷയായി മാറും +1 എത്തുമ്പോൾ. അപ്പോൾ ഡയറിയും ലെറ്ററും വാർത്താലാപം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഹിന്ദിയിലും വരുന്നത്. കമ്പാരിറ്റീവ്ലി മലയാളത്തിൻ്റെ അത്ര എന്ത് ചെയ്യാനില്ല, ഹിന്ദിയിൽ എഴുതാനില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഫേവറേറ്റ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ കാണുന്ന +1 +2 മക്കൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും എന്ത് ചെയ്യുക, ഒരു ഗൈഡൻസ് അവർക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.